മാക്സിമം മീഡിയയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ നമ്മുടെ കൂടെ നമുക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരംഗം സൃഷ്ടിച്ച മനോജും കിംബോയാണ്. വെൽക്കം ടു മാക്സിമം മീഡിയ. മനോജ് വേണ്ട പക്ഷേ ടൈഗറാണ്. ടൈഗർ എന്ന് പറയപ്പെടുന്നത്. നിങ്ങളെ പറ്റി ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എന്റെ പേര് മനോജ്, കാസർഗോഡിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഏലു പറഞ്ഞാല് ഇന്റർവ്യൂലും അല്ല നമ്മളെ റിവ്യൂലും അതുപോലെ കല്യാണ പരിപാടിയിലെല്ലാം പോയിട്ട് വരുന്നുണ്ട്. എൻ്റെ പേര് അശോക് എന്നാണ്. എൻ്റെ സ്ഥലം തിരുവനന്തപുരം വർക്കലയാണ്. ഞാൻ വരുന്നത് റീൽസിൽ കൂടെയാണ് ആദ്യം വൈറലായി. പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ കൂടെയാണ് വന്നത്. പിന്നെ എനിക്കൊരു ഇങ്ങനെ തോന്നി ഒരു തമാശയൊക്കെ ചെയ്യാന്ന് തോന്നി, നമ്മുടെ ടർബോയിൽ വരാമെന്ന് തോന്നി. അങ്ങനെ വന്ന ഒരു അടിപൊളി തിയേറ്റർ റിവ്യൂ ഒന്ന് വെച്ചാൽ കാച്ചി എനിക്ക് സ്വയം തോന്നി ഒന്നതാണ്. സ്വയം തോന്നി ഒന്നതാണ്. അങ്ങനെ ഒരു ഒന്ന് ചെയ്ത് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാനുള്ള കാരണം? അങ്ങനെ തോന്നി, വരണമെന്ന് തോന്നി, അങ്ങനെ ഇവിടെ വരണമെന്ന് തോന്നി. ഇവിടെ നമ്മുടെ സെലിബ്രിറ്റീസും എല്ലാം വരുന്നത് അങ്ങനെ പറയണ്ട, എന്നാലും നമ്മുടെ സെലിബ്രിറ്റീസും എല്ലാവരും വരുന്നതല്ലേ. അങ്ങനെയൊക്കെ ഒന്ന് കാണാം, അവരെ റിവ്യൂ ചെയ്യാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വന്നു. നിങ്ങൾ ഓൾറെഡി കാസർഗോഡ് പിന്നെ നമ്മുടെ കാസർഗോഡ് മുമ്പ് വൈറലായിട്ട് ഉണ്ടായത്. പിന്നെ ഇവിടെ വനിതല് ആടുജീവിതം ടർബൊക്കെ വന്നിട്ട് പിന്നെ കൂടുതൽ വൈറല്. നിങ്ങളെ പുതിയ ആളുകൾ കോമാളി എന്ന് പറയുന്നത് യോജിപ്പെടുന്നു? ഇല്ല, കോമാളി എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മ ആ തരത്തില് എന്റെ രീതിയിൽ ഞാൻ ആ തരത്തിൽ ചെയ്യുന്ന ആളല്ല. കോമാളി എന്ന് പറയുമ്പോ നമ്മ ഇപ്പൊ ഒരു മീഡിയയിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഇപ്പൊ കല്യാണത്തിന് പോയിട്ട് കോമാളി എന്ന് പറയുന്നത്, കല്യാണത്തിന് പോയിട്ട് നമ്മ ഡീസെന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ കല്യാണ പരിപാടിയിൽ രാത്രി മദ്യപിച്ചിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്, അതൊന്നും നമ്മ ചെയ്യുന്നില്ല. ഞാൻ മദ്യപിക്കൂല, പിന്നെ അതുപോലെ സിഗരറ്റ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അപ്പൊ നമ്മ ഈ ഒരു എയിം വെച്ചിട്ടാണ്, നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ടാണ്. അത് നമുക്ക് എന്തിലും കൂടെ ആവാം ലക്ഷ്യം. ഇപ്പൊ ഒരു ചിത്രകല വലിയ ആളാണെന്നെങ്കിൽ ആദ്യം തന്നെ ചിത്രം നല്ല ഭംഗിയോട് വരക്കണം പറഞ്ഞിട്ടൊന്നുമില്ല. ഈ ചെറിയ ഇത് തുടങ്ങി പിന്നെ അതേപോലെ നമ്മളിപ്പോ ഈ ഒരു വഴിയിൽ തുടങ്ങിയാല് പിന്നെ ഏത് വഴിക്കെത്തും നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് മെയിൻ എൻ്റെ ഒരു പ്രസംഗ കല എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രസംഗം പഠിക്കുന്നത്. അപ്പൊ ആ പ്രസംഗത്തില് നമുക്ക് പ്രസംഗിക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ ആ താല്പര്യത്തിന് ഒരു കണക്ട് ചെയ്തിട്ട് കൊണ്ടുവരുമ്പോ പിന്നെ മീഡിയയിലെല്ലാം സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു ഉള്ളിലുള്ള ഒരു വൈബ്രേറ്റർ കുറക്കാൻ പറ്റും. നമുക്ക് ഒരു ബോഡി ഒരു സ്ട്രോങ് കിട്ടാനും അതുപോലെ നമുക്ക് ചെയ്യാം, എല്ലാവരോടും ഉള്ള ഒരു ആ സ്നേഹത്തോട് പെരുമാറുന്ന അങ്ങനെ വേണ്ടിട്ട് നമ്മൾ എത്ര വർഷമായി? 2-3 years ആയി റീൽസ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും സപ്പോർട്ട്, കുറെ പേര് സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത്. ഞാൻ ആരും ഒരു വില കുറച്ച് കാണുന്ന ഒരു വ്യക്തിയല്ല. എല്ലാവരും ഒരു ഈക്വൽ, എങ്ങനത്തെ വ്യക്തിയെങ്കിലും ഒരു ഈക്വലായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തി. വീട്ടില് അമ്മച്ചിയുണ്ട്, അച്ഛൻ മരിച്ചു പോയി. അച്ഛൻ മരിച്ച് ഇപ്പൊ ഒരു 2 വർഷമാകുന്നു. ഞാൻ റീൽസ് 21 മുതല ഞാൻ ഗൾഫിലായിരുന്നു. 9 വർഷം UAE-യിലായിരുന്നു, ദുബായിലൊക്കെ ആയിരുന്നു. അങ്ങനെ നാട്ടിൽ വന്ന് കോവിഡ് ടൈമിൽ എന്റെ ജോലിയൊക്കെ പോയി. അങ്ങനെ ഞാൻ വന്ന് 2021 നാട്ടിൽ വന്ന് അപ്പോഴേ എനിക്ക് ചുമ്മാ റീൽസ് ഒക്കെ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ റീൽസ് ചെയ്ത് അങ്ങ് അത് റീച്ചായി, വൈറലായി, പല വീഡിയോസും വൈറലായി. അങ്ങനെ തിരുവനന്തപുരം വർക്കല പല പല കല്യാണ പരിപാടികൾക്കും പല പല കാര്യത്തിനും പോണത്. ഇപ്പം കല്യാണ പരിപാടികളൊക്കെ ആയിരിക്കും നല്ല